അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഫ്രോസ്റ്റ് ഡയഗ്രാം അല്ലേ? അത് തീർന്ന് അതിൽ ചെറിയ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാതെ ഇന്നലെ പറയാൻ വിട്ടുപോയ സമയം കൊണ്ട് നിർത്തിപ്പോയതാണ്. നമ്മൾ ഫ്രോസ്റ്റ് ഡയഗ്രത്തിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ? എന്താ അത് അല്ലേ? ഫ്രോസ്റ്റ് ഡയഗ്രത്തിൽ എങ്ങനെയാണ് ഓരോ ഡാറ്റ കിട്ടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടുന്നത്, എന്താ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്, ആരാണ് സ്റ്റേബിൾ സ്പീഷീസ്, ആരൊക്കെയാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് സ്റ്റേബിൾ ആയിരിക്കുന്നത്, ആരൊക്കെയാണ് കോം പ്രപ്പോർഷനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഫ്രം ദ ഫ്രോസ്റ്റ് ഡയഗ്രാം. ഇഫ് യു plot, for example, if you have a Frost diagram of a say copper, a part of the 0, 1, 2, 4, 5, etc. That is n, and this is n is 0. And you can see that if the say Frost diagram or a part of the line on the Frost diagram of a particular species representing two species of birds. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫ്രോസ്റ്റ് ഡയഗ്രത്തിലെ പാർട്ട് ഓഫ് ബ്രോക്കൺ ലൈൻ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ? ഒരു ലോവർ ഓക്സിജൻ സ്റ്റേറ്റും ഒരു ഹയർ ഓക്സിജൻ സ്റ്റേറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെയാണ് നമ്മളിൽ വരുന്നത് നമുക്കറിയാം. ഓക്കെ, ഇതിപ്പോൾ കോപ്പറിൻ്റെ എടുക്കുക. can see that copper has two prominent oxygen state 1 and 0 and 2. 1 ഇല്ല എന്നല്ല, 0, 2. It looks something like this. 1 തൽക്കാലം നമ്മളെ 1 ഉൾക്കൊള്ളിക്കണം നിർബന്ധമൊന്നുമില്ല. ഓഫ് കോഴ്സ് 1 കൊണ്ട് വന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ പോകും. ദാറ്റ് ഈസ് ദ ഫ്രോസ്റ്റ് ഡയഗ്രാം, a part of the frost diagram for copper 2. At the same time, if you take the part of the frost diagram for HNO3 connecting NO and HNO3, that is NO is having the oxygen state 2 and HNO3 has nitrogen with oxygen state 5. They can say that it will look something like this. ഇതങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, അതിന് പ്രശ്നമില്ല. ഇവിടെ നമുക്ക് രണ്ട് ലൈൻസ് ഒരേ ഫ്രോസ്റ്റ് ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്തിട്ട് and we can see that the slope of this line, that of copper and that of nitric acid or say NO3, ഇത് NO ആണ്, ഇത് HNO, ഇവിടെ ഇതല്ല HNO3 ആണ്. ഓക്കെ, ഇത് കോപ്പർ മെറ്റൽ ആണ്, ഇത് കോപ്പർ 2+ ആണ്. ഓക്കെ, ഈ രണ്ട് ലൈൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കാര്യം കണ്ടിട്ടുണ്ട്. ദ സ്റ്റീപ്പർ ദി ലൈൻ ദ മോർ ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ? വാല്യൂ കൂടുതലായിരിക്കും ഇവിടെ. ഈ സ്റ്റീപ്പർ ഈ ലൈൻ ഒക്കെ ഇതിന്റെ സ്ലോപ്പ് ഇതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അല്ലേ? ദിസ് ഈസ് സ്റ്റീപ്പർ ഓർ ദി ഇറ്റ് ഹാസ് എ മോർ പോസിറ്റീവ് സ്ലോപ്പ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് in the frost diagram the species which occupies a line with a more positive slope will definitely oxidize a species which has a less positive slope. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ലെസ് പോസിറ്റീവ് ആണ്. ഇതിന്റെ സ്ലോപ്പ് ഏത് സംശയമില്ല അല്ലേ? ഇത് കൂടുതൽ സ്റ്റീപ്പാണ്. നമുക്കറിയാം when the angle of the line, that the angle formed by the line with the axis increases, the slope also increases. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇതിന്റെ സ്ലോപ്പ് കൂടുതലാണ്, ഇതിന്റെ സ്ലോപ്പ് കുറവാണ്. അപ്പോൾ ആര് ഓക്സിഡൈസ് നമുക്ക് ഇതിനൊക്കെ പറയാൻ പറ്റും. We can say that copper will oxidize not nitric acid. Nitric acid will oxidize copper. ഇതിലിപ്പം ഓക്സിഡൈസിങ് സ്പീഷീസ് ആരായിരിക്കും? കോപ്പർ 2. റെഡ്യൂസിബിൾ സ്പീഷീസ് ആരായിരിക്കും? അത് കോപ്പർ 2 ആണ് അല്ലേ? reducible species and the oxidizing species. This copper is a reducing species or the oxidizable species, isn't it? Copper is oxidizable to copper 2+ or copper 2+ is reducible to copper. അപ്പോൾ ഇവിടെ ഈ ലൈനിലുള്ള ഒരു സ്പീഷീസ് കമ്പയർ ചെയ്താൽ ഈ സ്പീഷീസ് ഇതിന്റെ മേലത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഹയർ ഓക്സിജൻ ആയിട്ടുള്ള സ്പീഷീസ് വിൽ ഓക്സിഡൈസ് ആസ് ദ സ്പീഷീസ് വിച്ച് ലൈസ് in the lower portion of the other line. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ട് ലൈനുകൾ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാകും ഈ ലൈനിന്റെ സ്ലോപ്പ് കൂടുതലാണ്, ഇത് കുറവാണ്. സ്ലോപ്പ് is actually the reduction potential and the potential of the coupled potential of the coupled NO-HNO3 is exactly what is the slope. Okay, similarly the slope or the redox potential of the species copper 2+ is this slope.
And this one is greater, this one is lower. From looking into the frost diagram, we can definitely say that this is a higher redox potential, and the species higher oxygen state species, this lower oxygen state species oxidicity loss more possible. Lower state oxidicity that will act as a oxidizing agent. Definitely this will act as a copper reduces nitric acid, or nitric acid oxidizes copper. Slope line higher oxygen state species will oxidize the species occupying as the lower oxygen state of a line with a lower slope. This slope is parallel if you notice or look into the frost diagram of nitric acid as well as copper, we can see that the redox potential of NO-HNO3 pair is much greater than the redox potential of copper 2 plus pair, and we can say that the copper will be oxidized by nitric acid definitely. This is Satyam, this is copper line. This is NOHNO3. NOHNO3. This is CO2 plus definitely as this has a greater slope, you can see that copper 2 plus will oxidize NO2 nitric acid. Two species in the lights are oxidizing predict application on frost diagram. And you know that actually copper will react with nitric acid forming NO, or you can say nitric acid is reduced to NO, copper is oxidized into Cu2 plus, a very common equation Cu plus HNO3, giving CuNO3 twice plus H2O plus NO. Concentrated nitric acid oxidizes copper into cupric nitrate. Is copper oxidation rate of copper increases from 0 to plus 2, and that of nitrogen nitric acid decreases from plus 5 to plus 2. So nitric acid is reduced, copper is oxidized. We say copper is oxidized by nitric acid because nitric acid occupies a line which has a greater slope compared to the line occupied by copper and copper 2 plus. Then see there Cu plus 8 HNO3 giving CuNO3 twice plus 4 H2O, 3 Cu plus 8 HNO3 giving 3 CuNO3 twice plus 4 H2O plus 2 NO. That's the equation. Okay. So, that's the application of frost diagram. Comparing the slope of two lines, we can predict which species will oxidize which one. The one occupying a line with a greater slope will definitely oxidize the one which occupies a line with a lower slope. Okay. Frost diagram, Latimer diagram, frost diagram, Ellingham diagram. Ellingham diagram different frost diagram, Latimer diagram, related Latimer diagram, frost diagram, related Ellingham diagram, ഇനി നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം കൂടിയുള്ളൂ. ഇതിന്റെ പേര് തന്നെ പറഞ്ഞു, പോർബാക്സ്, ആളെ പേരാണ് പോർബാക്സ് ഡയഗ്രം. പോർബാക്സ് ഡയഗ്രം അതും ഒരു ഡയഗ്രം തന്നെയാണ്, ഒരു ഗ്രാഫാണ്. എലിഹാ ഡയഗ്രം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്.
ഫ്രോസ്റ്റ് ഡയഗ്രം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഈ പറഞ്ഞ ഫോർബാക്സ് ഡയഗ്രം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ലാറ്റിമ ഡയഗ്രം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമുക്ക് സിംപ്ലി ഡിഫറെന്റ് സ്പീഷീസ് ഇൻ higher and higher ocean state connected by arrow marks. Above the arrow mark is written the redox potential representing the two species. ഇല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിലേക്ക് വരിക. ഫോർബാക്സ് ഇസ് എ ഗ്രാഫിക്കൽ, ഇറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റ് ഓർ it's again a shorthand representation or a graphical representation of the conditions of pH and potential under which a certain species is thermodynamically stable in solution. Okay, the conditions of a pH and a potential under which രണ്ടും pH and potential under which a particular species is particular species പല സ്റ്റേറ്റുകൾ ഉണ്ടാവാം. ആ സ്റ്റേറ്റുകളിൽ ചിലത് ഓക്സിഡൈസ്ഡ് പോകാം, ചില റെഡ്യൂസ്ഡ് പോകാമായിരിക്കും, ചിലപ്പോൾ സോളിഡ് ആയിരിക്കും, ചിലപ്പോൾ അയോൺസ് ആയിരിക്കും. അങ്ങനെ ആരാണ് ഓരോ കണ്ടീഷനിലും ഈ രണ്ട് കണ്ടീഷൻ തമ്മിൽ പൊട്ടൻഷ്യലും പി എച്ചും ഇതിന്റെ വേരിയേഷൻ അനുസരിച്ച് എന്ത് മാറ്റങ്ങളാണ് അതിൽ വരുന്നത് എന്ന് റിപ്രസെന്റ് ചെയ്യുന്നതാണ് പോർബാക്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, സാധാരണ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ അയണിനാണ്. പോർബാക്സ് ഡയഗ്രം ഓഫ് അയൺ ഇൻ വാട്ടർ. അക്വസ് സിസ്റ്റത്തിലെ അയൺ നമുക്കറിയാം, അയൺ ക്യാൻ ഹാവ് ടു ഡെഫിനറ്റ്ലി distinct oxygen state +2 and +3, and it can form the iron hydroxide, ferrous hydroxide, ferric hydroxide, ferrous ion, ferric ion, ഇങ്ങനെ പല രൂപത്തിലുള്ള വാട്ടറിൽ ഉണ്ടാവാം. അത് ഏതേത് കണ്ടീഷൻ ഓഫ് പി എച്ചിൽ ഏതേത് കണ്ടീഷൻ ഓഫ് പൊട്ടൻഷ്യലാണ് അത് സ്റ്റേബിൾ ആയിരിക്കുക, ഏതേത് കണ്ടീഷൻ ഓഫ് പി എച്ച് പൊട്ടൻഷ്യൽ ഉണ്ടായാലാണ് സ്റ്റേബിൾ ആയിരിക്കുക, പൊട്ടൻഷ്യൽ മാറുമ്പോൾ സംഭവിക്കും, പി എച്ച് മാറുമ്പോൾ സംഭവിക്കുന്നതെല്ലാം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ പോർബാക്സ് ഡയഗ്രം എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദി കേസ് ഓഫ് അയൺ, നമ്മളതിന്റെ പോർബാക്സ് ഡയഗ്രം ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. വരക്കുന്ന ഒരിക്കലും ഇറ്റ്സ് നോട്ട് വിത്ത് സ്കെയിലൊന്നുമില്ല, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വരക്കാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏകദേശം ഇത് നമ്മളെ ഫേസ് ഡയഗ്രാം പോലെ ഏകദേശം നമുക്കറിയാം. ഫേസ് ഡയഗ്രാം സൾഫറിന്റെ അല്ലെ, ഫേസ് ഡയഗ്രാം പഠിച്ചില്ലേ? സൾഫറിന്റെ ഫേസ് ഡയഗ്രാം, വാട്ടറിന്റെ ഫേസ് ഡയഗ്രാം നമുക്ക് പറഞ്ഞിട്ട് റോമിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ ഓർമ്മയുണ്ട്. അതേപോലത്തെ ഒരു സംവിധാനം ഏകദേശം അതുപോലെയല്ല പോർബാക്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് പോർബാക്സ് ഡയഗ്രാം ഓഫ് എ അയൺ ഇൻ നാച്ചുറൽ വാട്ടേഴ്സ്. നമ്മുടെ സാധാരണ നാച്ചുറൽ വാട്ടർ സോഴ്സിലെ അയണിന്റെ എക്സിസ്റ്റൻസ് പി എച്ചിനും പൊട്ടൻഷ്യൽ അനുസരിച്ച് എങ്ങനെ മാറും എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് പോർബാക്സ് ഡയഗ്രാം. ഇതെന്താ നോക്കി കുറച്ച് ചെയ്യാൻ കണ്ടാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ഉള്ളൂ എന്ന് മനസ്സിലാവും. ഓക്കെ, and we can see that the under different conditions of potential and pH different reactions may take place in aqueous medium connected to iron different reactions in aqueous medium. pH and potential അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരാം, പല പല റിയാക്ഷൻസ് aqueous mediumത്തിലെ അയൺ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്. ഒരു സിമ്പിൾ റിയാക്ഷൻ ആണ് നമുക്കറിയാം. ഒന്നാമത്തെ Fe3 പ്ലസ് കുറച്ച് വിശദമായിട്ട് എഴുതാം. ഇവിടെ Fe3 പ്ലസ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണും, നമുക്കറിയാം എന്റെ അർത്ഥം എന്താണ്. ദാറ്റ് ഈസ് ഇൻ അക്വസ് മീഡിയം സൊല്യൂഷനിലുള്ള അയോണിക് അയോൺസ് ആണ്. പ്ലസ് Fe2 plus again in aqueous medium എന്ന് പറഞ്ഞാൽ അതും അയോൺ, that is in solution. aqueous സൊല്യൂഷനിലാണ്. precipitate നമ്മൾ എന്ത് ചെയ്തും S ചെയ്തും ഇല്ലേ, നമ്മൾ സാധാരണ ചെയ്തില്ലേ Da2 plus SO4 2 minus again aqueous medium forming BaSO4 solid. നമ്മൾ precipitate ഇങ്ങനെയൊക്കെ ബുക്കിൽ കാണാം. ഇത് അക്വസ് മീഡിയത്തിലെ അയോണാണ്. അക്വസ് മീഡിയത്തിൽ രണ്ടാമത് ചേരുമ്പോൾ സോളിഡ് ആയി മാറുന്നത്. അതേപോലത്തെ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് എഴുതുന്ന മാത്രമേ അതേപോലെ എഴുതിയിരിക്കുന്ന ഒരു ഇക്വേഷൻ എഴുതുന്നത് മനസ്സിലാക്കുക. Fe3 plus electron giving Fe2 plus. So in aqueous medium iron 3 plus is reduced into iron 2 plus അത്രയേ ഉള്ളൂ. And you can show the E0 value is 0.77 volt for this. നമ്മളുടെ വാല്യൂ നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് വി കൻ സീ ദാറ്റ് ദിസ് റിയാക്ഷൻ ഇവിടെ രണ്ട് വേരിയേഷൻ, ഒന്ന് പൊട്ടൻഷ്യലും ഒന്ന് ബോത്ത് ആർ വേരിയബിൾസ്. പി എച്ച് ആൻഡ്
potential. And if you look into this equation, you can see that that definitely depends on the potential because it is a redox reaction. Okay, but it does not involve H plus ions, so it is independent of pH. Very clear. pH independent equation ആണ്. കാരണം ഇതിൽ H plus എന്ന സാധനം ഇവിടെ വരുന്നില്ല. നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയുണ്ടാവും. നമ്മുടെ ലാറ്റിമർ ഡയഗ്രാം പഠിച്ചപ്പോൾ ക്ലോറിൻ ലാറ്റിമർ ഡയഗ്രത്തിൽ ClO4 2- മുതൽ തുടങ്ങിയിട്ട് താഴോട്ട് അവസാനം ക്ലോറൈഡായി അവസാനിക്കുന്ന Latimer diagram, that we have seen the Latimer diagram of chlorine in acid medium and in alkaline medium, and we have seen that the potentials are different. നമ്മുടെ aero marking the values different ആണ്, except one place where it is Cl2 plus 2 electron giving 2 Cl minus. നമ്മൾ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും പ്രോട്ടോൺസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? ClO4 2- ClO4 ഓർമ്മയില്ലേ? വീണ്ടും പറയുന്നത് ക്ഷമിക്കണം. ClO4 മൈനസ് അവിടെ എക്വസ് ഒക്കെ ഉണ്ട്, പ്ലസ് H പ്ലസ് E ഇങ്ങനെയൊക്കെ ഓർമ്മയുണ്ട്. Cl2H plus 2E giving ClO3 മൈനസ് പ്ലസ് H2O. ഇതിൽ പ്രോട്ടോൺസ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ആസിഡ് മീഡിയത്തിലായാലും, ആസിഡ് മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം pH 0 ആണ് നമ്മുടെ ലാറ്റിമർ ഡയഗ്രം സംബന്ധിച്ച്, ആൻഡ് അതർ വൺ വാസ് pH 14. അപ്പോൾ pH-അനുസരിച്ച് ഇത് മറ്റേ അതിന്റെ E0 value was different in acid medium as well as in alkaline medium because it depends on pH. pH dependent that equation involves H plus on either side H plus and pH dependent. We have seen that Cl2 plus 2 electron giving 2 Cl minus equation H plus reaction side product side that is independent of pH, and we have seen the E0 value for Cl. That last reaction in the Latimer diagram of chlorine is the same in both acid medium and alkaline medium. That is why reaction that is pH independent reaction that does not vary with the pH. And we can see that as pH increases, pH 0, 1, 2, 3, 4 pH increase number the drawing is not up to scale അനുസരിച്ചൊന്നുമല്ല, തൽക്കാലം വരച്ചിരിക്കുന്നതാണ്. ഇവിടെ അതുപോലെ ഇവിടെ 0 ഉണ്ടാവും, ഇങ്ങോട്ട് നെഗറ്റീവ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇങ്ങോട്ട് പോസിറ്റീവ് ഉണ്ടാവും, അതൊക്കെ ശരി. ഓക്കെ, and we have seen that this reaction is independent of pH, and we can see that this line, that is AB, then AB, C, D, E, F തൽക്കാലം notation കൊടുക്കുകയാണ്. But the line AB actually represents as the demarcation line between Fe3 plus and Fe2 plus. As potential increases from 0.0 to as 0.77 എന്നല്ല, 1, 2 അപ്പുറമായി പോയി ഞാൻ പറഞ്ഞ സ്കെയിൽ അനുസരിച്ച് വരച്ചെന്നല്ല, അതുകൊണ്ട് നിങ്ങളുടെ കാണിക്കാൻ പറ്റില്ല. അടുത്തത് 0 കഴിഞ്ഞ് 1ന്റെ അടുക്കുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ലൈൻ പോകുന്നുണ്ടാവുക, കാരണം it is 0.77. If the aqueous system has a species which has a potential redox potential greater than 0.77, the species will be present as Fe3 plus, and if it is less than 0.77, അപ്പോൾ ഈ വാല്യൂത്തിലാണ് E എന്ന് പറഞ്ഞ പോയിന്റ് ശരിക്കും 0.77 വോൾട്ട് ആയിരിക്കും. പറയുന്നത് ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് അതിൽ ഉണ്ടെങ്കിൽ Fe2 plus, അതാണ് അവരുടെ ബുക്കിൽ കാണുന്ന പലപ്പോഴും 8-phase system if the medium has a redox species which has a potential greater than 0.77, Fe2 plus will be oxidized into Fe3 plus, and if the system has a potential less than 0.77, Fe3 plus will be reduced into Fe2 plus. And it is independent of pH, that is with increasing pH this does not vary. The pH line parallel ആയിട്ടാണ് പോകുന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? So the line AB represents the barrier or the differentiating line between Fe3 plus and Fe2 plus. Above that potential it is Fe3 plus, if it is below that is Fe2 plus. Okay, put the more clear out. It takes consider another equation. Fe3 plus plus
3H2O. അതും എന്തുണ്ട് വിശദമായിട്ട് നമ്മൾ Fe3+ in aqueous medium plus 3H2O giving FeOH thrice plus 3H+. Clear? Again you can see Fe3+ in solution reacting with the water forming FeOH thrice. FeOH thrice is insoluble, that will separate as a solid, or that is a precipitate. FeOH thrice and 3H+. Here we can see that the first equation or first reaction represents first reaction does not involve protons but it involves electrons, and we can say that it dependent on potential, not on pH. The second reaction involves H+, but it does not involve electrons, so we can say that it does not depend on potential but depends on pH. Okay, and we can see the line BC, again a straight line that is parallel to the potential axis. This is parallel to the pH axis because it is pH independent. This is parallel to the potential axis because it is potential independent. Because it is not a redox reaction. This is a redox reaction that is dependent on the potential. This is not a redox reaction but it is depending on pH. അപ്പോൾ ഒരു pH വരെ ഇവിടെ ഒരു പൊട്ടൻഷ്യലി വരെ Fe2+ അതിന് ശേഷം Fe3+ ആകുന്നതാണ്. ഒരു pH വരെ അത് Fe3+ at a higher pH. See, we can see at a higher pH it is converted. Higher pH means yes, lower concentration. അത് കുറയുമ്പോഴാണ് റിയാക്ഷൻ കൊണ്ട് നടക്കാൻ സാധ്യത അല്ലേ. ഇത് നേരെ തിരിച്ചു നടക്കുന്നപ്പോഴാണ് if it is having a very high concentration of H+, that is at a lower pH, that will be reversed. At a higher pH, that will go in the forward direction. At a higher pH, you can say at a higher pH it is FeOH thrice. We can see the line BC represented as the border between Fe3+ and FeOH thrice at about pH 3. Around 3 ആണ് വരുന്നത്. pH 3-നേക്കാളും above ആണ് വീട്ടിലുള്ള pH എങ്കിൽ 3-നേക്കാളും above ആണ് pH എങ്കിൽ Fe3+ cannot exist. FeOH thrice will be formed. ആൽക്കലൈൻ ആവുന്നു വേണ്ട. pH 3 എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അസിഡിക് ആയ മീഡിയാണ്. അതിനേക്കാൾ ലേശം കൂടുമ്പോൾ തന്നെ അതെന്തായി മാറും? FeOH thrice ആയി മാറും. Below that it is Fe3+. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്വസ് മീഡിയത്തിൽ Fe3+ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ. ഒന്നെന്താണ്? The pH will be below this value and the potential will be above this value. Then only Fe3+ can exist in aqueous medium. pH 3-നേക്കാളും താഴെയായിരിക്കണം. സിസ്റ്റത്തിലെ റെഡോക്സ് പൊട്ടൻഷ്യൽ 0.77 വോൾട്ടിനേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ Fe3+ എക്സിസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് സാധനമുള്ളൂ. ഇതിനേക്കാളും pH കൂടുകയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കുറയുകയോ ചെയ്താൽ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ Fe2+ ആയി പോകും. pH കൂടിക്കഴിഞ്ഞാൽ FeOH thrice ആവും. ശരിക്കല്ലേ? ഇനി വേറൊരു റിയാക്ഷൻ, ഇതൊക്കെ നടക്കാൻ സാധ്യത റിയാക്ഷൻസ് ചെയ്യുന്ന മാത്രമാണ്. മൂന്നാമത്തേത് FeOH thrice plus 3H+ plus electron giving OH twice plus H2. See, FeOH thrice. Again, and this സ്ഥലം കുറഞ്ഞുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യണം? FeOH thrice solid plus 3H+ in aqueous medium forming FeOH twice again solid plus water. ഈ രണ്ട് ഇക്വേഷന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇക്വേഷൻ. You can see that it involves both protons as well as electrons. Isn't it? ഇത് ഈ ഇക്വിലിബ്രിയത്തിൽ H+ ഉണ്ട്. ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. ഞാൻ ഇങ്ങനെ റബ്ബർ കിട്ടിയതേ ഉള്ളൂ. ഈ റിയാക്ഷനിൽ H+ ഉണ്ട്. ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് both on
the concentration of protons and also the availability of electrons. ഇലക്ട്രോണിനും പ്രോട്ടോണിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണിത്. അപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഒരു റിയാക്ഷനാ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നൺസ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും. Nernst equation. The Nernst equation പറഞ്ഞത് E is equal to E0 minus RT by N of activity of the oxidized state divided by the oxidation activity of the reduced state എന്നുള്ള ഓർമ്മയില്ലേ? ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതാദ്യം വരട്ടെ. ഇനി ഇത് നാലാമത്തേത് എന്ന് പറഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3 ഞാൻ നമ്പർ ഇടുന്നില്ല. നാലാമത്തേത് എന്ന് പറഞ്ഞാല് DE. അവിടെ നമുക്ക് കാണാം that does not depend, that is അതെന്തായിരിക്കും റിയാക്ഷൻ? See, Fe2 plus is here. At a higher pH it is converted into FeOH twice. Fe2 plus (2H2O) giving FeOH twice plus 2H plus. Here also we can see that this does not involve electrons. This is not a redox reaction. Iron 2 ആണ് ഇവിടെ. Iron 2 ഇവിടെ എന്താണ് സംഭവം? Iron 2 is in the aqueous medium. React with water forming FeOH twice solid. Plus of course 2H plus that involves again protons. And the equation you can see that there is no electrons or it is not a redox. Iron 2 ആണ്. ഇത് Iron 2 തന്നെയാണ്. ഓക്സിഡേഷൻ പ്രശ്നം നടക്കുന്നത്. പക്ഷേ എന്താണ് Iron 2 plus iron hydroxide മാറുന്നു. Definitely it depends on pH. That is below a certain pH it remains in aqueous medium as Fe2 plus. Above a certain pH it remains as Fe or it is precipitated as ferrous hydroxide. As ferric ions are precipitated ferric hydroxide at this pH. We can say at this pH Fe2 plus is FeOH twice. So the line DE or ED, whatever it may be, line DE represent as the border line between the two species Fe2 plus and FeOH twice. See, then the Fe2 plus ആണ്. ഇതിന്റെ അപ്പുറം വരുന്നത് FeOH twice ആയി മാറും. എപ്പോഴേ when the pH as നേരത്തെ അപേക്ഷിച്ച് വളരെ കൂടിയ ഒരു pH. നേരത്തെ 3 ആയിരുന്നു, വളരെ കൂടുതലാണ്. That means ferric is converted into ferric ions are converted into ferric hydroxide at a comparatively very low pH, whereas Fe2 plus is converted into FeOH twice at a comparatively higher pH. And just like yes, the conversion of Fe3 plus into FeOH thrice, the conversion of Fe2 plus into FeOH twice, the reaction does not depend on the potential, but it depends on pH. So the line is again parallel to the potential. അപ്പോൾ ഈ 3 ലൈനുകളും ആക്സിസിന് ഒരേ ആക്സിസിന് പാരലൽ ആണ്. ഒന്നാമത്തെ ലൈൻ AB എന്ന് പറയുന്നത് is parallel to pH axis because എന്താണ് yes it does not vary with it depends it does not vary with potential. pH axis പറയുന്നത് പൊട്ടൻഷ്യലിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. The second line BC is parallel to potential axis. It does not depend on, it depends on pH only. pH അനുസരിച്ച് മാറുന്നതാണ്. And this line DE again similar, it depends on pH only, it does not depend on potential. അപ്പോൾ ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞാല് അത് കൂടി വരുന്ന അനുസരിച്ച് ഇവിടെ വാല്യൂയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഒരു പ്രത്യേകത എത്തുമ്പോൾ അത് എന്തായി റിയാക്ഷൻ നടക്കും. അതുവരെ അതിനപ്പുറത്തേക്ക് എഴുതുന്നത് Fe3 പ്ലസ് പൊട്ടൻഷ്യല് 0.77 താഴെയാണെങ്കിൽ pH എന്തായാലും ശരി എന്താണ് pH അവിടെ വരുന്നില്ല. pH അവിടെ വരുന്നില്ല, അത് ഈ ആക്സിസിന് പാരലലാണ്. pH ഇൻഡിപെൻഡന്റ് ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ റിയാക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ the first reaction is pH independent, second reaction is potential independent, the fourth reaction also is potential independent but pH dependent. ഒന്ന് ഡിപെൻഡ് ചെയ്യും, ഒന്നുകിൽ pH അല്ല പൊട്ടൻഷ്യലിനാ. pH പൊട്ടൻഷ്യൽ രണ്ട് ഡിപെൻഡ് ചെയ്യുന്ന കുത്തായിട്ട് കാണാൻ പറ്റുമതിനാ. എന്തെങ്കിലും വേരിയേഷൻ വന്നാലേ ലൈനായി മാറുന്നല്ലോ, ശ്രദ്ധിക്കുക. അപ്പോൾ അത് pH ഡിപെൻഡന്റ് ആയ ചില റിയാക്ഷനും പൊട്ടൻഷ്യൽ. അടുത്തൊരു റിയാക്ഷൻ കൂടി ഉണ്ട്, അഞ്ചാമത്തത് FeOH thrice plus H plus plus E giving
FeOH twice plus H2O. FeOH thrice plus H plus plus C, FeOH twice plus H2O. This again varying with both potential and